ഗൈസ്, എൻ്റെ ടിക്കറ്റാണ്. ഞാൻ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ടിക്കറ്റ് റേറ്റ് നിങ്ങൾ കണ്ടോ? തമിഴ്നാട് ബസ്സിൽ. ഞാനിപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത്. അവിടത്തേക്ക് എനിക്ക് വന്ന പൈസയാണിത്. ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കലൂരാണ്. കലൂർ വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സ്പെഷ്യൽ സാധനം, പ്രത്യേകിച്ച് കണ്ണൂർ കാലിക്കറ്റ് സൈഡിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഇത് എന്താന്ന്. നല്ല മസാലയൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ട് ഭയങ്കര സ്പൈസിയാണ്. പറയുമ്പോൾ തന്നെ കൊതിയാകുന്നുണ്ട്. ഒന്നല്ല രണ്ടല്ല 5 എണ്ണം മേടിച്ച് എരിയുണ്ട് ഇവിടെ. ഇത് കഴിച്ചിട്ട് അങ്ങോട്ട് നോക്കും. ഇനി ഇതിൻ്റെ ഇവിടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കട്ടൻ ചായയാണ്. ഇത് കഴിച്ചിട്ട് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്തോട്ടാണ് ഇന്ന് പോകുന്നത്. അത് സർപ്രൈസാണ് കേട്ടോ. ഇത് കഴിച്ചിട്ട് നോക്കട്ടെ. നല്ല കറിവേപ്പിലൊക്കെ ഇട്ട് കല്ലുമ്മക്കായ ഉണ്ട് കേട്ടോ. സാധാരണ കല്ലുമ്മക്കായ ഇതിനകത്ത് ഉണ്ടാവാറില്ല. നല്ല വലിയ കല്ലുമ്മക്കായാണ്. വായിൽ വെക്കുമ്പം തന്നെ ഭയങ്കര കൈപ്പിടി. നേരത്തെ കഴിച്ച കല്ലുമ്മക്കായ വൺ ഓഫ് ദ ബെസ്റ്റ് കല്ലുമ്മക്കായായിരുന്നു കൊച്ചിയിൽ കിട്ടുന്നത്. ആരെങ്കിലും മലബാറുകാർ മിസ് ചെയ്യുന്നുണ്ട്, പൊക്കോട് കലൂരിലോട്ടാണ് കേട്ടോ. സ്കാൻഡി എന്ന് പറയും. ആ ഒരു ഫുഡ് കോർട്ടിൽ സ്കാൻഡി കട്ടിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് മലബാർ തട്ടുകടയാണ്. അപ്പം മിസ് ചെയ്യല്ലേ. ഞാൻ എൻ്റെ സർപ്രൈസിലോട്ട് കടക്കുകയാണ്. ഞാൻ പോകാൻ പോകുന്നത് നമ്മുടെ കോയമ്പത്തൂരിലെ ഇഷയിലാണ്. ഒരുപാട് പേർ പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. ഞാൻ ഈ ട്രിപ്പില്ലേ ഭയങ്കര ലോ ബഡ്ജറ്റായിട്ടാണ് പോകുന്നത്. 90 റുപ്പീസാണ് എനിക്ക് കോയമ്പത്തൂർ വരെ പോകാൻ വേണ്ടിയിട്ടായിട്ടുള്ളത്. പിന്നെ അവിടുന്ന് ലോക്കൽ ബസ്സും അതേപോലെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് കേട്ടോ ഞാൻ പോകുന്നത്. എനിക്കറിയാത്ത കുറേ മുഖങ്ങളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ ചെറിയൊരു നാപ്പ് എടുത്തു. പിന്നെ ഈ ബസ് യാത്ര എന്ന് പറയുന്നത് 15 രൂപയായിട്ടോ ആയത്. പിന്നെ ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാനുള്ളത് നമ്മുടെ KSRTC ബസ്സൊക്കെ ആണെങ്കിലേ ഫ്രീ ടിക്കറ്റാണ്. നമുക്ക് പൈസ കൊടുക്കണ്ട. നമുക്ക് ഫ്രീ ആയിട്ട് ലേഡീസിന് ട്രാവൽ ചെയ്യാം. 15 രൂപ കൊടുത്ത് കാന്തിപുരം ബസ് സ്റ്റാൻഡിലെത്തി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടുന്ന് ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് ഇഷയിലേക്കുള്ള ബസ് നോക്കണം. അതിന് മുമ്പ് ഒരു കട്ടൻ ചായ പിടിച്ചാണ്. നല്ല സോഫ്റ്റ് ഇത് ഞാൻ കഴിച്ചു നോക്കട്ടെ. ഉപ്മാവും ചട്നി സാമ്പാറുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ ദോശയും ഉപ്മാവും ഇഡലിയും ഒക്കെ കഴിക്കുവാണ്. ഇവിടെയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാളയുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നതാണ്. കാരണം ഇതിനകത്ത് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകാൻ പറ്റിയൊരു സംഭവമാണ്. കാരണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ട്രാവൽ എക്സ്പീരിയൻസാണ് ഈ കാളയുടെ കൂടെ. ഇതിന് ആകെ ചിലവ് വരുന്നത് ഈ ഒരു ഇഷയിലേക്ക് നമ്മൾ വരുമ്പം ആകെ നമുക്കൊരു 10 രൂപയാണ് കേട്ടോ ചിലവ് വരുന്നത്. കാരണം ഇതിനകത്ത് വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതേപോലെ ക്യൂ നിൽക്കുക, നമ്മുടെ ബാഗ് കൊടുക്കുക, ഡെപ്പോസിറ്റ് ചെയ്യുക. നമ്മുടെ ഓരോ ബാഗിന് ഇവർ 100 രൂപ വെച്ചിട്ട് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. നമ്മൾ ആ ബാഗ് തിരിച്ചെടുക്കുമ്പോൾ ആ 100 രൂപ തിരിച്ചു കിട്ടും. അതായത് 1 രൂപ പോലും അവർ മേടിക്കുന്നില്ല. നമ്മൾ ആദ്യം ബാഗ് ഡെപ്പോസിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അടിയോഗി സ്റ്റാച്യു ഉണ്ട്. 112 ഫീറ്റാണത് വരുന്നത്. ആദ്യം അങ്ങോട്ടോ അല്ലെങ്കിൽ ഒരു റെജുമിനേഷൻ പൂളുണ്ട്. 2 ഓപ്ഷൻ ഉണ്ട്. ഇങ്ങോട്ട് വെയിലാണ്, അങ്ങോട്ട് തണലാണ്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് പൂളിൽ പോയിട്ട് കുളിച്ച് ശുദ്ധിയായിട്ട് ഇങ്ങോട്ടേക്കാണ്. ആനലിംഗത്തിന് പോകുന്നതിന് മുമ്പ് 2 സ്ഥലത്ത് തീർത്ഥകുണ്ട് എന്ന് പറയും. അതായത് സൂര്യകുണ്ട് അല്ലെങ്കിൽ ചന്ദ്രകുണ്ട് എന്ന് പറയും. സൂര്യൻ്റെത് മെന്നിനും ചന്ദ്രൻ്റെത് വുമണ്ണാണ്, മറക്കണ്ട. അപ്പം ഞാൻ ചന്ദ്രൻ്റെ അവിടെ പോയിട്ട് വരട്ടെ. നമുക്ക് തീർത്ഥകുണ്ടത്തിലേക്ക് ബാഗും അതേപോലെ തന്നെ ഫോണും ഒന്നും അലൗഡ് അല്ല. അപ്പോൾ അവർ നമുക്കൊരു കവർ തരും. ഇതേപോലെ ഒരു കവർ, ദയാലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു പേരിൽ കവർ തരും. ഇതിനകത്ത് നമുക്ക് മാറ്റാനുള്ള തുണി മാത്രം ഇടാം. ഒരു ഫോണും അലൗഡ് അല്ല, ഒരു ക്യാമറയും അലൗഡ് അല്ല. ഇതും എടുത്തുകൊണ്ട് വേണം അങ്ങോട്ട് പോകാൻ. അങ്ങോട്ട് ക്യാമറ അലൗഡ് അല്ല കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫസ്റ്റ് ടൈമാണ് തീർത്ഥകുണ്ടത്തിലേക്ക് പോകുന്നത്. 2 എണ്ണം ഉണ്ട്, സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട്. ഇതിൽ ഞാൻ എവിടെയായിരിക്കും പോകുന്നത്? ഗസ്റ്റ് ചെയ്യട്ടോ. അപ്പം ബൈ. അങ്ങനെ സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി ആദിയോഗിയുടെ അവിടെ പോവുകയാണ്. ശിവൻ്റെ 120 ഫീറ്റ് വരുന്ന അത്രയും വലിയ
സ്റ്റാച്ചു അവിടെ ഉണ്ട്. ഇനി ഇത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പോൾ പോകുന്നത് കാളവണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. അപ്പം അവിടെ വെച്ച് വേണം. ബാ ടിക്കറ്റ് കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് പോയാലോ? എന്തിനു വെയിറ്റ് ചെയ്യണം? നാളെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ആളധികം വെയിറ്റ് ചെയ്യലും കിട്ടാ. ഞാൻ വന്നാൽ നമുക്ക് എൻ്റെ ആഗ്രഹം ഫ്രണ്ട് സീറ്റിലിരിക്കണം എന്നാണ്. പോവാണോ? നാളെ പോവാണോ? ദേ കാള അടിയോടടിയോടലാണ്. നമ്മുടെ സ്ഥലത്തെത്തി. ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ. ഓടി ഓടി നമ്മൾ ആദിയോഗിയിൽ വന്നു. വാ ഭയങ്കര രസം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ആദിയോഗി. കുറേ യൂട്യൂബ് വീഡിയോസും റീൽസും ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതുപോലെ വരാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതിയില്ല. അതും ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഈ ഒരു മൊമെൻറ്റിൽ ഇതേപോലെ നിൽക്കും എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ സ്വപ്ന സാക്ഷാത്കാരം ഇന്നാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ പോയി നോക്കുക കേട്ടോ. കാരണം ഭയങ്കര രസമുള്ളൊരു സംഭവമാണ് ഇത്. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. ഒരു ഓറ ക്രിയേറ്റ് ചെയ്യും. എന്തായാലും മിസ് ചെയ്യണ്ട കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളോട് ഒന്ന് പോയി നോക്കിയാൽ നിങ്ങളും ഇതേപോലെ പറയും. ഇപ്പം സമയം ഏതാണ്ട് 6:50. ഇനി ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. നമ്മുടെ ആദിയോഗിയുടെ ഫൗണ്ടെയിൻ ലൈറ്റ്നിങ് എല്ലാം ഇപ്പം സ്റ്റാർട്ട് ചെയ്യും. ഭയങ്കര രസമാണ് ഇത് കാണാൻ വേണ്ടി. അപ്പോൾ ഇവിടുത്തെ ക്രൗഡ് നിങ്ങൾ കണ്ട ഞെട്ടിപ്പോവും. ക്രൗഡ് നോക്കിയിട്ട് എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ പഠിച്ചു പോകുന്നത്. അത്രയും ക്രൗഡാണ് കേട്ടോ. നമ്മൾ കണ്ടെത്താൻ ആൾക്കാരുണ്ട്. ഈ ഒരു ക്രൗഡ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇനിയും ആൾക്കാർ വരാനുണ്ട്. ഈ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഗ്രൗണ്ട് നിറയും. അപ്പോൾ എല്ലാവരും ഇത് കാണാൻ വന്നിരിക്കുന്നതാണ്. എൻ്റെയും ഫസ്റ്റ് ടൈമാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ഇനി വെറും 7 മിനിറ്റ് മാത്രമേ ഉള്ളൂ ആദിയോഗിയുടെ ദിവ്യ ദർശനത്തിന് വേണ്ടിയിട്ട്. ഇത് 3D ആയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇതിന് ലേസർ ഷോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കാണാൻ ഭയങ്കര ക്രൗഡാണ് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇനി വെറും 7 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ സദ്ഗുരു ഇല്ലേ, അദ്ദേഹം ഇവിടെ കാണിക്കും. നമ്മളെ സൗണ്ടായിട്ട് കാണിക്കുമോ അല്ലെങ്കിൽ വെറും ലേസർ ഷോ ആണോ എന്ന് നമുക്ക് അപ്പം കാണാം. ഇവിടെ കാണാൻ പോകുന്ന ആ ഒരു മാമാങ്കത്തിന് ഞാൻ റെഡി. നിങ്ങളോ? ഇവിടുത്തെ ആദിയോഗി ദിവ്യദർശനം 3D ലേസർ ലൈറ്റ് 7 മണി മുതൽ 7:20 വരെയാണ് കേട്ടോ. ഭയങ്കര രസമാണ്. ഇത് നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഫോണിലൂടെ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇനി അടുത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു പണിയാരമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. കുറേ കേട്ടിട്ടുണ്ട്, വീഡിയോസിലും റീൽസിലൊക്കെ കേട്ടിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. 5 മിനിറ്റ്സാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാദിഷ്ടമായ പണിയാരം റെഡി. ഇതിൽ കുറേ പീസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇത്രയൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ടൊമാറ്റോ ചട്നി ഞാൻ തോന്നുന്നു ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് കൊടുത്തത്. ഭയങ്കര ചൂടാണ്. ഇപ്പം ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ആ ചട്ടിയില്ലേ, അതിനകത്താണ് തോന്നുന്നു ഉണ്ടാക്കുന്നത്. ഭയങ്കര ചൂട്. ഷേപ്പൊക്കെ ശരിക്കും ഉണ്ണിയപ്പാണ്, പക്ഷെ വൈറ്റ് കളറാണ്. അരിമാവ് കൊണ്ടാണ് തോന്നുന്നു ഉണ്ടാക്കുന്നത്. കഴിച്ചു നോക്കട്ടെ. ഇഡലിയുടെ ടേസ്റ്റാണ്. ഇഡലിയുടെ ഷേപ്പും ദോശയുടെ ടേസ്റ്റും നല്ലതാണ്. ഞാൻ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട്. കുറേ ഉണ്ട്, ഇത്രയും വേണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ
രാവിലെ തന്നെ കോയമ്പത്തൂരിൽ വന്നിട്ട് ഒരു ചെങ്കത്തിൽ നിന്ന് കഴിക്കാൻ പോകുന്നത് പകുതി ഞാൻ കഴിച്ചു കേട്ടോ. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പ്രോട്ടീനൊക്കെ ഉള്ള വിറ്റമിനൊക്കെ ഉള്ള ഒരു ഹെൽത്തി ഫുഡാണ് രാവിലെ തന്നെ കഴിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു ഹോട്ടലിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്താ കഴിക്കാമെന്ന് നോക്കാം. എനിക്കിവിടെ വന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം നോക്കിയപ്പോൾ ദോശയും അതൊന്നുമല്ല, ഇവിടെ എന്താണോ അത് എനിക്ക് ഓർഡർ ചെയ്ത് ചോദിച്ചോക്കാം. ഇത് നമ്മുടെ സാധാരണ ഓംലേറ്റ്. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ കലക്കി ഓംലേറ്റ് ആണ് കേട്ടോ. ഇത് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഗുഡ് ഗുഡ്. നല്ല അടിപൊളി സ്പെഷ്യൽ ബിരിയാണി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ബ്രിഞ്ചാൾ ഇതുപോലെ ഇട്ട് പീസ് കുറച്ച് റൈസും ചിക്കനും അതുപോലെ ചെരിച്ചിട്ട് പൊട്ടിച്ച ഒരു പീസും ചൂടിയ പീസും പൊറോട്ട ഇങ്ങനെ എനിക്ക് ബ്രിഞ്ചാൾ ഭയങ്കര ഇഷ്ടമായി. ഇപ്പം പൊറോട്ടയും പറഞ്ഞു. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറി കുറച്ച് വേണ്ടി ഇതിൻ്റെ ഒരു പീസ് ഇങ്ങനെ എടുത്ത് ചെറിയ ഉള്ളി പീസും കൂടെ വെച്ച് ഇത് കഴിഞ്ഞ് 1-2 സ്ഥലത്ത് പോകണം എന്ന് പ്ലാൻ ഇട്ടായിരുന്നു. പക്ഷെ നടന്നില്ല, കാരണം നല്ല മഴയായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ ഈ ഒരു മഴ ആസ്വദിച്ച് കുറേ അധികം ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയെല്ലാം കണ്ട് ബസ് സ്റ്റോപ്പിലിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. 1.5 മണിക്കൂറോളം ഞാനിങ്ങനെ ഇരുന്നു. അപ്പോൾ ഇവരുടെ ലൈഫ് സ്റ്റൈലും എല്ലാം ഭയങ്കര ഡിഫറെൻ്റായിട്ട് തോന്നി. നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളാണല്ലോ ഓരോ ആൾക്കാരുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും അതേപോലെ തന്നെ ആളുകളും എല്ലാം ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല മഴയുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഞാൻ ബസ് എടുത്ത് പോയി. ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ പിന്നെ സംഭവിച്ചറിഞ്ഞു. എൻ്റെ ടിക്കറ്റാണ്. ഞാൻ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ടിക്കറ്റ് റേറ്റ് നിങ്ങൾ കണ്ടോ? തമിഴ്നാട് ബസ്സിൽ ഞാനിപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത്. അവിടത്തേക്ക് എനിക്ക് വന്ന പൈസയാണിത്. അപ്പോൾ ലേഡീസ് ആരെങ്കിലും ഇങ്ങനെ പോവുകയാണെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ. അങ്ങനെ കൊത്തു പൊറോട്ട ഇല്ലാത്ത തമിഴ്നാടും കൊത്തു പൊറോട്ട ഇല്ലാത്ത കോയമ്പത്തൂരും ചിന്തിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞാനൊരു കൊത്തു പൊറോട്ടയും കൂടെ വയറ്റിലാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടൂറ് കഴിഞ്ഞിട്ടോ, ടൂറ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഒന്ന് മുല്ലപ്പൂ വെച്ച് നോക്കണത്. കാരണം ഇവിടെ എല്ലാവരും മുല്ലപ്പൂ അല്ലെങ്കിൽ മല്ലിപ്പൂ അല്ലെങ്കിൽ ഒരു റെഡ് കളർ പൂ എന്തെങ്കിലുമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം തീർക്കാൻ ഞാനും മേടിച്ചൊരു മുല്ലപ്പൂ ഇത് വെച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഈ ട്രിപ്പ് ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതുപോലത്തെ അടിപൊളി ട്രിപ്പിനായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും